ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിനു മുൻപ് തന്നെ BJP പ്രവർത്തകർ ഇപ്പോൾ VV രാജേഷിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ശാലിനി അവിടെ നിന്നും ചേരുകയാണ്. ശാലിനി, ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ BJP പ്രവർത്തകർ VV രാജേഷിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. അനന്തപുരിയെ ഇനിയും VVR നയിക്കും. വലിയ ആവേശം അവിടെ കാണാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ശാലിനി? ഗൗതം, 52 വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രഖ്യാപനം അല്പസമയത്ത് ഉണ്ടാവുകയും ചെയ്യും. അതായത് വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 100 കൗൺസിലർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഓക്കെ, ശാലിനിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. എന്തായാലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഇപ്പോൾ BJP പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനും V മുരളീധരനും K സുരേന്ദ്രനും അടക്കമുള്ള BJPയുടെ പ്രമുഖ നേതാക്കൾ, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷിക്കാൻ കോർപ്പറേഷനിലെത്തിയിരുന്നു. V ബിനീഷ് ചേരുകയാണ്. ബിനീഷ്, ഈ വോട്ടെടുപ്പ് അവിടെ പൂർത്തിയായി കഴിഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഫലപ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകും? ഒപ്പം BJP പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി MP എത്തി. അതിനു മുമ്പായി തന്നെ BJPയുടെ മുതിർന്ന എല്ലാ നേതാക്കളും, BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. വളരെ ആവേശജനകരമായ ഒരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് ഇപ്പോൾ BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിലെ ഹാളിനുള്ളിൽ വളരെ കരഘോഷം ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ ആവേശങ്ങളും അവരുടെ സന്തോഷങ്ങളും തന്നെയാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ 99 വോട്ടും രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ചെറിയ നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം ജില്ലാ കളക്ടറാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതിന് തൊട്ട് പിന്നാലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങും നടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:30 മണിയോടുകൂടിയാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരുക്കങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നടന്ന നടപടിക്രമങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിലും നടക്കുക എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യം മേയറുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം, ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. ആ ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുക. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് മാത്രമേ പ്രവർത്തകരെയും മറ്റ് ആളുകളെയും അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരെ അടക്കമുള്ളവരെ ഈ ഒരു ഇലക്ഷൻ ഹാളിലേക്ക്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇലക്ഷൻ ഹാളിലേക്ക് കടത്തിവിടുകയുള്ളൂ. എന്തായിരുന്നാലും നിലവിൽ വലിയ രീതിയിലുള്ള ആവേശമാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വലിയ ആനന്ദകരമായ നിമിഷം. അവർ കുറെ കാലം പ്രയത്നിച്ചതിന്റെ ഫലം തങ്ങൾക്ക് ലഭിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയുള്ള BJP പ്രവർത്തകരുടെ ഒരു മനോഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും BJPയുടെ എല്ലാ മുതിർന്ന നേതാക്കളും, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, ആ കോർപ്പറേഷന്റെ ഭരണം BJPയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പിന്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള
നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ BJP ഗുണം ചെയ്യും എന്ന് തന്നെയാണ് BJP നേതാക്കൾ വിലയിരുത്തുന്നത്. എന്തായിരുന്നാലും ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് BB രാജേഷിന് ഇപ്പോൾ പ്രവർത്തകർ അത് നൽകുന്നത്. തന്നെയാണ് ബിനീഷ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഏപ്രിൽ മാസമായി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നോക്കൂ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് VV രാജേഷ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വാർഡിൽ നിന്നാണ്. ആശാനാഥ് ആണെങ്കിൽ BJPയുടെ ശക്തി കേന്ദ്രമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന നേമത്ത് നിന്നുള്ള കരിമം വാർഡിൽ നിന്നാണ്. അപ്പോൾ ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നടത്തി. ഈ 2 വാർഡുകളിൽ നിന്നുള്ള, ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലെ വാർഡുകളിൽ നിന്നുള്ള 2 നേതാക്കൾ അനന്തപുരിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് കൂടി എത്തുകയാണ്. ഇത് നൽകുന്ന സന്ദേശം എന്താണ് ബിനീഷ്? ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 4ഇടത്തും BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJP വലിയ പ്രകടനമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം കാഴ്ചവെച്ചത്. ആ സ്ഥലങ്ങളിലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ആ സ്ഥലങ്ങളിൽ BJP ഇപ്പോഴും BJPയുടെ കെട്ടുറപ്പിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗര കേന്ദ്രീകൃതമായ 5 സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്തായിരുന്നാലും സമാനമായ സാഹചര്യം തിരുവനന്തപുരം റവന്യൂ ജില്ലകളിലെ എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും രാഷ്ട്രീയമായി BJPക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ BJPക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചു. BJPയുടെ മേയർ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPയുടെ ഒരു മേയർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന ചരിത്ര നിമിഷത്തിലേക്ക് തന്നെയാണ് BJP കടന്നിരിക്കുന്നത്. തലസ്ഥാനം പിടിച്ചാൽ കേരളം പിടിച്ചു എന്ന പഴയ രാഷ്ട്രീയ നേതാക്കളുടെ വാക്ക് അനിയത്തമാക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും BJPയുടെ വരുംകാല പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് BJP ഏറ്റവും കൂടുതൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിച്ചത് വികസനമാണ്. വികസന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക, വികസനമാണ് BJP ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ, തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ, ഒരു ചെറിയ മഴ പെയ്താൽ പോലും തലസ്ഥാനത്ത് വെള്ളപ്പൊക്കമുണ്ടാകുന്ന സാഹചര്യം, ഇതിനൊക്കെ പരിഹാരം കാണാൻ കൃത്യമായ രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായ തരത്തിലുള്ള ഒരു വികസന പദ്ധതി തന്നെയാണ് BJP ജനങ്ങൾക്ക് മുന്നിൽ വച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJPക്ക് ഇപ്പോൾ ഉണ്ടായ. ഓക്കെ ബിനീഷ്, വളരെ പെട്ടെന്ന് തന്നെ തലസ്ഥാനത്തേക്ക് എത്താം. ഒരുപക്ഷെ മിനിറ്റുകൾക്കകം തന്നെ അവിടെ മേയർ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. നേരെ നമുക്ക് കണ്ണൂർ